നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കാരണം പലരും പറയുന്നുണ്ട് അതുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഞാൻ അടവുകൾ പഠിക്കരുത്. അപ്പൊ ആ അടവുകൾ ഇതാ വരുന്നുണ്ട്. അതിൽ ഒരടവ് ഇപ്പെടുക്കാം. ഈ വാഹനത്തിന് പിന്നാലെ അപ്പോൾ 85 കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ഒരു 97കാരൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്രചാരണ ബോർഡുകൾ കെട്ടുക, ലഘുലേഖ തയ്യാറാക്കുക, അങ്ങനെ പല ജോലികളുമായി സജീവമാണ് MC കൃഷ്ണൻ. തുടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നെങ്കിലും 1955 മുതൽ കോൺഗ്രസുകാരനാണ് MC കൃഷ്ണൻ. കൃഷ്ണേട്ടൻ തിരക്കിലാണ്. 3ാം തലമുറയിലും 4ാം തലമുറയിലുമുള്ള കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അല്ല, പ്രചാരണ ബോർഡുകൾ കെട്ടുന്നതിന്റെയും ലഘുലേഖകൾ തയ്യാറാക്കുന്നതിന്റെയും തിരക്ക്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൗൺ സെക്രട്ടറിയായിരുന്ന MC കൃഷ്ണൻ 1949 അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽവാസത്തിനു ശേഷം 1955 കോൺഗ്രസിൽ ചേർന്നു. 1970 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിന്റ് കൺവീനറായിരുന്നു. 54 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത്. 1970 ശങ്കരനാരായൺ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റെ. CPM-ൻ്റെ തായോട്ട് ശങ്കരനും സംഘടനാ കോൺഗ്രസിൻ്റെ കമലവും 3 പേരും മത്സരിച്ചു. ഞാനന്ന് നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. വീണ്ടും മെമ്പർഷിപ്പ് വന്നു, സുധാകരൻ വന്നു, സുധീരൻ വന്നു, പഴയ DCC പ്രസിഡന്റ് വന്നു. ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്നുള്ള ഒരു സ്ഥിതി വന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാനിടയായ കേസ് വ്യാജമാണെന്ന് കണ്ട് കോടതി തള്ളിയെങ്കിലും 2022 അംഗത്വം തിരിച്ചു കിട്ടിയത്. മകൻ സുധേഷ് കുമാർ കോൺഗ്രസ് വെള്ളയിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സസ്പെൻഷനായിട്ട് ബന്ധപ്പെട്ട് 52 വർഷം പുറത്തു നിന്നു. 2022 വീണ്ടും സസ്പെൻഷൻ പിൻവലിച്ച് പാർട്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വരുന്ന ആദ്യത്തെ ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ അച്ഛൻ പറയുന്നത് എന്തായാലും ഒരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം, കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള മോഡി സർക്കാർ മാറണം എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കാനും ബോർഡടിക്കാനും ഒക്കെ സജീവമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 4ാം തവണയും കോഴിക്കോട് MK രാഘവനൊപ്പം നിൽക്കുമെന്നാണ് കൃഷ്ണന്റെ വിലയിരുത്തൽ. നീണ്ട ഇടവേളയ്ക്കു ശേഷം പ്രചാരണ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് കൃഷ്ണേട്ടൻ. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വിജയകുമാർ, നമ്മുടെ ഈ കൃഷ്ണേട്ടനെ പോലെ ഒരുപാട് പേരുണ്ടല്ലോ. ഇലക്ഷൻ ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ എന്താണ് പ്രശ്നം? അത് നിയമവിരുദ്ധമാണോ, അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ? ഒരു പൗരൻ എന്ന നിലയിൽ അത് വോട്ട് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാതിരിക്കുക എന്നത് കടമയാണല്ലേ, നല്ല ശീലമല്ല. നമുക്ക് വോട്ട് ചെയ്യണം, ജനാധിപത്യ അവകാശമാണ്, അത് വിനിയോഗിക്കണം. അത് വിനിയോഗിക്കാതിരിക്കുന്നതൊട്ടും നല്ലതല്ല. ഇപ്പോൾ നമുക്ക് സിനിമാ തിയേറ്ററിൽ പോയാൽ എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വലിയ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വ്യാപകമായി അതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നത് പൗരധർമ്മമാണ്, പരമപ്രധാനമാണ്. പക്ഷേ ഈ പറയുന്ന ഒരു കക്ഷിക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന ഒരാൾ തോന്നുകയാണ്. അപ്പൊ അയാൾക്കുണ്ടല്ലോ ഒരു നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലേ, ആർക്കും നമ്മൾ ആരെയും പിന്തുണയ്ക്കുന്നില്ല, അങ്ങനെ ഒരു അവകാശം കൂടി പൗരന് കൊടുക്കുന്നുണ്ട് രാജ്യം അല്ലെങ്കിൽ ഭരണഘടന. അത് ഏറ്റവും പുതിയൊരു കാര്യമാണ് അല്ലേ, മുൻപ് അതുണ്ടായിരുന്നില്ലല്ലോ, നോട്ട ഇടക്കാലത്ത് വന്നതാണ്. അപ്പോൾ നമ്മുടെ പൗരധർമ്മം വിനിയോഗിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബഹിഷ്കരിക്കുക, വോട്ട് ചെയ്യാതിരിക്കുക എന്നതൊക്കെ അതൊക്കെ വ്യക്തിപരമായ ചോയ്സ് ആണെങ്കിൽ പോലും, പക്ഷേ ആത്യന്തികമായി നമ്മളുടെ ഒരു പൗരൻ എന്ന നിലയിലുള്ള കടമ നമ്മളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.